ഹരി ഓം. ദശകം 69, ശ്ലോകം 11. കാമിനീരിതി യാമിനീഷു ഖലു കാമനീയകനിധേ ഭവാൻ പൂർണ്ണസമ്മദരസാർണവം കമപി യോഗിഗമ്യമനുഭാവയൻ ബ്രഹ്മശങ്കരമുഖാനപീഹ പശുപാങ്കനാസു ബഹുമാനയൻ ഭക്തലോകഗമനീയരൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. ഭക്തലോകഗമനീയരൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. ഭക്തലോകഗമനീയരൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ 5 ദശകങ്ങളെ കൊണ്ടാണ് രാസക്രീഡ വർണ്ണിച്ചിരിക്കുന്നത്. 65-ാം ദശകം മുതൽ 69-ാമത്തെ ദശകം വരെ. അപ്പോൾ അതിനകത്ത് 11-ാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം. കാമനീയകനിധേ ഭവാൻ ഇതി ഹി യാമിനീഷു ഖലു യോഗിഗമ്യം കമപി പൂർണ്ണസമ്മദരസാർണവം കാമിനീഹി അനുഭാവയൻ ഇഹ പശുപാങ്കനാസു ബ്രഹ്മശങ്കരമുഖാനപി ബഹുമാനയൻ ഭക്തലോകഗമനീയരൂപ കമനീയ കൃഷ്ണ മാം പരിപാഹി. ഇവിടെ എങ്ങനെയാണ് ഭഗവാനെ സംബോധന ചെയ്തിരിക്കുന്നത്? കാമനീയകനിധേ, കാമിക്കത്തക്ക അവസ്ഥയ്ക്ക് ഇരിപ്പിടമായിട്ടുള്ളവനേ. ഭവാൻ ഇതിഹി യാമിനീഷു ഖലു, അവിടുന്ന് ഈ വിധത്തിൽ തന്നെ പല രാത്രികളിലും യോഗിഗമ്യം കമപി പൂർണ്ണസമ്മദരസാർണവം, യോഗിഗമ്യം കമപി പരമഹംസന്മാരായ യോഗികൾക്ക് മാത്രം എത്താവുന്നതും അനിർവാച്യവുമായ പൂർണ്ണസമ്മദരസാർണവം, തികഞ്ഞ സന്തോഷാനുഭവ പരപ്പ്, ആ ഭയങ്കരമായിട്ടുള്ള സന്തോഷാനുഭവ പരപ്പ് കാമിനീഹി അനുഭാവയൻ, കാമിനിമാരായ ഗോപിമാർക്ക് അനുഭവപ്പെടുത്തി. അപ്പോൾ ഈ രാത്രിയിൽ മാത്രമല്ല, പല രാത്രികളിലും ഈ കാമിനിമാരായ ഗോപിമാരുമായിട്ട് രാസക്രീഡ നടത്തി അവരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഇഹ പശുപാങ്കനാസു, ഇവിടെ ഇക്കാര്യത്തിൽ ഈ വെറും ഇടയപ്പെണ്ണുങ്ങളുടെ നേരെ ബ്രഹ്മശങ്കരമുഖാനപി ബഹുമാനയൻ, ബ്രഹ്മാവ് പരമശിവൻ മുതലായവർക്കുകൂടി ബഹുമാനമുളവാക്കുകയും ചെയ്തു. ഇഹ പശുപാങ്കനാസു, ഈ കേവലം ഈ ഇടയപ്പെണ്ണുങ്ങൾക്ക്, ആ ഇടയപ്പെണ്ണുങ്ങളുടെ നേരെ ആ ബ്രഹ്മാവ് പരമശിവൻ മുതലായവർക്കുകൂടി ബഹുമാനമുളവാക്കുകയും ചെയ്തു. ഭക്തലോകഗമനീയ രൂപ, ഭക്തജനങ്ങൾക്ക് മാത്രം മനസ്സിലാക്കാവുന്ന രൂപമുള്ളവനേ, കമനീയ അത്യന്ത സുന്ദര കൃഷ്ണ, അല്ലയോ ശ്രീകൃഷ്ണ, മാം പരിപാഹി, അവിടുന്ന് എന്നെ തികച്ചും സംരക്ഷിക്കുമാറാകണമേ. ഭട്ടതിരിപ്പാട് പറയുന്നു, കാമിക്കത്തക്ക അവസ്ഥയ്ക്ക് ഇരിപ്പിടമായിട്ടുള്ളവനെ, സൗന്ദര്യത്തിൻ്റെ ഇരിപ്പിടമേ, അവിടുന്ന് ഇപ്രകാരം തന്നെ പല രാത്രികളിലും അനുരാഗവതികളായ ആ ഗോപവധൂജനങ്ങളെ ഇങ്ങനെയുള്ള പ്രേമലീലകൾ കൊണ്ട് യോഗീശ്വരന്മാരാൽ ആ അഷ്ടാംഗയോഗങ്ങളെ കൊണ്ട് പ്രാപിക്കാവുന്നതും ആ നിർവചനീയവുമായിരിക്കുന്ന തികഞ്ഞ സന്തോഷ അനുഭവത്തെ അനുഭവിപ്പിച്ചുവല്ലോ. ഈ ഇടയ സ്ത്രീകളോട് ബ്രഹ്മാവ് ശിവൻ മുതലായ ദേവന്മാർക്കു കൂടിയും ആദരവുണ്ടാകുകയും ചെയ്തു. ഭക്തന്മാർക്ക് മാത്രം പ്രാപ്യമായ രൂപത്തോടു കൂടിയിരിക്കുന്ന അല്ലയോ ഭഗവാനെ, അതിമോഹനാകൃതിയോടുകൂടിയ അല്ലയോ ശ്രീകൃഷ്ണ, എന്നെ പരിപാലിച്ചാലും.
കാമിനീരിതിः യാമിനീഷു ഖലു കാമനീയകനിധേ ഭവാൻ പൂർണ്ണസമ്മതരസാർണവം കമപി യോഗിഗമ്യമനുഭാവയൻ ബ്രഹ്മശങ്കരമുഖാനപീഹ പശുപാങ്കനാസു ബഹുമാനയൻ ഭക്തലോകഗമനീയരൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം ഭക്തലോകഗമനീയരൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം ഭക്തലോകഗമനീയരൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.